ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അതായത് വ്ളോഗാണ്. ഞങ്ങൾക്ക് ഒരു ഇൻഫ്ലുവൻസർ മീറ്റ് ഉണ്ടായിരുന്നു. അതായത് യൂട്യൂബിൻ്റെ ഒരു പ്രൊജക്റ്റ് പരിപാടിയാണ്, പ്രോഗ്രാമാണ്. അതിന് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ തന്നെ ഈസി കുക്കിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അവരത് കാണിച്ചു തന്നു. ഈസി കുക്ക് എങ്ങനെ വർക്ക് ചെയ്യാമെന്നൊക്കെ കാണിച്ചു തന്നു. പിന്നെ അവരുടെ വക തന്നെ ഞങ്ങൾക്ക് ഒരു കപ്പ് പായസം തന്നിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവരവരുടെ ഒരു ബാഡ്ജും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് മന്ത്രിയാണ് വന്നത്. മന്ത്രി വന്നു കഴിഞ്ഞപ്പോൾ പ്രെയർ തുടങ്ങി. പ്രാർത്ഥനയിൽ നിന്നാണ് പരിപാടി തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഈ പരിപാടി നടത്തുന്നവർ രണ്ട് വാക്ക് സംസാരിച്ചു. പിന്നെ മന്ത്രി രണ്ട് വാക്ക് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവരുടെ പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്തു. ഡ്രീം ക്രിയേറ്റേഴ്സ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. പിന്നെ ഇവരുടെ ഗ്രൂപ്പൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പിന്നെ ബെസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സിനുള്ള അവാർഡ്, പിന്നെ മൊമെൻറ്റോസൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ മെയിൻ സെലിബ്രിറ്റീസും പിന്നെ സ്പോൺസർമാർക്കൊക്കെ മൊമെൻറ്റോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പരിപാടി നടത്തിയ ആൾക്കാർക്കും ഇതുപോലെ മൊമെൻറ്റോ കൊടുത്തിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മന്ത്രിക്കുള്ള ഗിഫ്റ്റ് കൊടുത്തു. മന്ത്രിക്ക് നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് മന്ത്രി പോയി. പാട്ടും പരിപാടിയും എല്ലാ പ്രോഗ്രാമിനും ഉണ്ടെങ്കിലും ഇവിടെ സ്പെഷ്യലായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ, ഇവർ എല്ലാവരെ കൊണ്ടും ഒരു പ്രതിജ്ഞ എടുപ്പിച്ചു. അതായത് ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്രതിജ്ഞയാണ് എല്ലാവരെ കൊണ്ടും എടുപ്പിച്ചത്. ഇവൻ എല്ലാവർക്കും അറിയുണ്ടാവും കേട്ടോ. ഇവൻ്റെ ചാനൽ നെയിം നിബൂസ് വേൾഡ് എന്നാണ്. പിന്നെ ഈ അമ്മച്ചീനും എല്ലാവർക്കും അറിയണ്ടാവും. ഇവർക്ക് രണ്ടാൾക്കും ബെസ്റ്റ് യൂട്യൂബറുടെ അവാർഡ് കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു മൊമെൻറ്റോ. പിന്നെ ഞാൻ അടുത്തതായിട്ട് എൻജോയ് ചെയ്തത് നല്ലൊരു മോണാക്റ്റാണ്. പിന്നെ അതാ അമ്മച്ചിയുടെ കൂടെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുത്തിരുന്നു കേട്ടോ. അതുകൂടെ ബെസ്റ്റ് യൂട്യൂബേഴ്സിനുള്ള മൊമെൻറ്റോ ഇവർക്ക് എല്ലാവർക്കുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവരൊക്കെ ആയിരുന്നു സെലിബ്രിറ്റീസായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും സെലിബ്രിറ്റീസിനുള്ളതും അതുകൂടാതെ ബെസ്റ്റ് യൂട്യൂബേഴ്സ്, അതായത് ബെസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സിനുള്ള അവാർഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപാടി നൈസായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സിംഗർ ജംഷീദ് വന്നത്. ഇൻട്രോ ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ മൂപ്പർ പാട്ട് പാടാൻ തുടങ്ങി. ആൽബഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ജംഷീദ് മഞ്ചേരി നിറഞ്ഞ കഴിവിനോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പ്രിയപ്പെട്ട കലാകാരൻ. ഈ അടുത്ത് സൂപ്പർ ഹിറ്റായ ഒട്ടനവധി ആൽബഗാനങ്ങൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ കലാകാരനാണ്.
മൂപ്പർ ലാസ്റ്റായിട്ട് ഒരു പാട്ട് പാടി. ആ പാട്ടാണ് ഹൈപ്പുണ്ട് കയറിയത്. എല്ലാവരും സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഫുൾ വൈബ്. പിന്നെ മൂപ്പരുടെ പാട്ട് കഴിഞ്ഞപ്പോൾ സാജിദ ഷാജി സ്റ്റേജിൽ കയറി മൊമെൻറ്റോ മേടിച്ചു. മൂപ്പർക്കുണ്ടായിരുന്നു മൊമെൻറ്റോ. കൂടെ ഞങ്ങളെ മൊമെൻറ്റോ മേടിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഭയങ്കര നല്ല അന്തരീക്ഷമാണ്. ഇത് ചേളാരിയിലുള്ള സെൻറ്ററി പറഞ്ഞ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഭയങ്കര വലിയ ഓഡിറ്റോറിയമാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നൈസായിട്ട് അവിടെ ഹാപ്പിയായി അന്തരീക്ഷമൊക്കെ എൻജോയ് ചെയ്ത് വരുമ്പോഴാണ് ഇവരെ വേറൊരു ബിൽഡിങ് തുറന്ന് കാണിച്ചിരുന്നത്. അതിൽ 1500-2000 ആൾക്കാർക്ക് നടത്താൻ പറ്റിയ വലിയൊരു ഹാളുണ്ട്. പിന്നെ ഹാളിനോട് ചേർന്നിട്ട് തന്നെ വലിയൊരു പൂളുണ്ട്. പിന്നെ ഈ ഓഡിറ്റോറിയം ഭയങ്കര വിശാലമായിട്ടുള്ളതാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.